അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തുകളിൽ ഒന്നിനെക്കുറിച്ചാണ്. ആയത്തുൽ കുർസി. ഇത് സൂറത്ത് അൽ-ബഖറയിലെ 255 ആയത്താണ്. ഈ ഒരു ആയത്തിൽ തന്നെ അല്ലാഹുവിന്റെ മഹത്വവും ശക്തിയും പൂർണ്ണമായി നമ്മൾ കാണുന്നു. ഒരു ആയത്തുൽ കുർസിയുടെ മഹത്വം. നബി പറഞ്ഞതുപോലെ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹു ഒരുവൻ മാത്രം. അവൻ ഉറങ്ങുകയോ ക്ഷീണിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. 2. സംരക്ഷണത്തിന്റെ ആയത്ത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നത് ഒരു വലിയ സംരക്ഷണമാണ്. രാവിലെയും വൈകുന്നേരവും വായിച്ചാൽ അല്ലാഹുവിന്റെ സംരക്ഷണം നമ്മോടൊപ്പമുണ്ടാകും. ഹദീസ് പ്രകാരം രാത്രിയിൽ ഇത് വായിച്ചാൽ ഒരു മലാഖ് നമ്മെ കാക്കും. ശൈത്താൻ അടുത്തുവരില്ല. 3. ഉറങ്ങുന്നതിനു മുമ്പ് വായിച്ചാൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ആയത്തുൽ കുർസി വായിച്ചാൽ രാത്രി മുഴുവൻ സുരക്ഷിതരാകും. ഇത് ഒരു ചെറിയ അമലാണ്, പക്ഷേ അതിന്റെ ഗുണം വളരെ വലുതാണ്. 4. നമസ്കാരത്തിന് ശേഷം വായിച്ചാൽ. നബി പറഞ്ഞ ഒരു വലിയ സത്യമാണ്. ഓരോ ഫർദ് നമസ്കാരത്തിനു ശേഷം ആയത്തുൽ കുർസി വായിക്കുന്നവൻ ജന്നത്ത് പ്രവേശിക്കാൻ തടസ്സം മരണം മാത്രമാണ്. അത് എത്ര വലിയ ഒരു വാഗ്ദാനമാണെന്ന് ചിന്തിച്ചു നോക്കൂ. 5. മനസ്സിന് സമാധാനം നൽകുന്നു. ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങൾ നേരിടുന്നു. ടെൻഷൻ, ഭയം, ആശങ്ക. ഈ സമയത്ത് ആയത്തുൽ കുർസി വായിക്കുക. ഹൃദയം ശാന്തമാകും. അല്ലാഹുവിൽ വിശ്വാസം വർദ്ധിക്കും. 6. ശൈത്താനിൽ നിന്ന് സംരക്ഷണം. ആയത്തുൽ കുർസി ഒരു ആയുധം പോലെയാണ്. ഇത് വായിക്കുന്നിടത്ത് ശൈത്താൻ താമസിക്കില്ല. ദോഷങ്ങൾ അകന്നുപോകും. അതുകൊണ്ട് വീട്ടിൽ ഇത് പതിവായി വായിക്കുക. കുട്ടികൾക്കും പഠിപ്പിക്കുക. 7. ഈ ആയത്തിന്റെ സന്ദേശം. ആയത്തുൽ കുർസി നമ്മോട് പറയുന്നത് അല്ലാഹു എല്ലാം അറിയുന്നവൻ. അവന്റെ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല. അവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടത് അല്ലാഹുവിനെ മാത്രം. ആശ്രയിക്കേണ്ടത് അവനെയാണ്. 8. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം. രാവിലെ ഒരു പ്രാവശ്യം, വൈകുന്നേരം ഒരു പ്രാവശ്യം, ഉറങ്ങുന്നതിനു മുമ്പ്, ഓരോ നമസ്കാരത്തിനു ശേഷം. ഇത് നമ്മുടെ ദിനചര്യയാക്കുക. 9. ചെറിയൊരു ചിന്ത. നമ്മൾ മൊബൈലിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. പക്ഷേ ഒരു മിനിറ്റ് പോലും ആയത്തുൽ കുർസി വായിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? 1 മിനിറ്റ് മാത്രം മതി. പക്ഷേ അത് നമ്മെ സംരക്ഷിക്കും. നമ്മുടെ ജീവിതം മാറ്റും. അവസാന ദുആ. അല്ലാഹുവേ, ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മെ എല്ലായ്പ്പോഴും സംരക്ഷിക്കണമേ. ആമീൻ.